അഡ്മിഷൻ എടുക്കുന്നത്. എൻ്റെ പേര് അപർണ. ഞാൻ AMC കോളേജിൽ സെക്കൻഡ് ഡിഗ്രിയിൽ പഠിക്കുന്നു. ഞാൻ +2 വരെ തുടർച്ചയായിട്ട് 5 തവണ ബുക്ക് കാർവിംഗ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 തവണ ജില്ല വരെയും 2 തവണ സ്റ്റേറ്റ് വരെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇതിന്റെ റൂൾസ് എന്ന് വെച്ചാൽ നമ്മൾ 30 സെന്റിമീറ്റർ നീളവും വീതിയുള്ള മരമായിരിക്കണം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടത്. ഫിനിഷ് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ടാണ് ഇത് അവരെ കാണിക്കേണ്ടത്. പിന്നെ അവിടുന്ന് തരുന്ന പാറ്റേൺ ആയിരിക്കും നമ്മൾ ഈ മരത്തിൽ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. ലോക്ക്ഡൌൺ ആയത് കാരണം ഫിനിഷ് ആയിട്ടില്ല. ഫിനിഷ് ആയിട്ടുള്ള വർക്കുകളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഗൈസ്, ഞാൻ ആദിത്യ. ഞാൻ സെക്കൻഡ് ബി എ ഫിനാൻസിയൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഭാഗമായിട്ട് നമ്മുടെ കോളേജിൽ നടക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ട്രാവലോഗാണ്. ട്രാവലോഗ് ഇൻ ഊട്ടി. അപ്പോൾ എല്ലാവർക്കും ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടമാവുമല്ലോ അല്ലേ? എനിക്കും ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഞാൻ കുറേ സ്ഥലത്തോട്ടൊന്നും പോയി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പോകണം. അപ്പോൾ ഞാൻ പോയിരിക്കുന്ന സ്ഥലം കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. പിന്നെ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഊട്ടിയെ കുറിച്ചാണ്. ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ തണുപ്പ്, ചോക്ലേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓടി വരും മനസ്സിലേക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഊട്ടി മിക്ക ആൾക്കാരും പോയ സ്ഥലമായിരിക്കാം. ഞാൻ ആകെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. ഒരു 2 ഡേയ്സിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റേ ചെയ്തു. 2 ഡേയ്സിൻ്റെ ഒരു പരിപാടി ആയിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ, രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു. ബസ്സിലായിരുന്നു. പിന്നെ അത് കാലത്ത് 7 o'clock അവിടെ എത്തി. ദെൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി, നല്ല അടിപൊളിയായി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുമെന്ന് നോക്കാം. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ മഹാരാജാസ്. നമ്മൾ കിലുക്കം സിനിമയിലൊക്കെയുള്ള ആ സംഭവമാണ്, ആ ഒരു ഹോട്ടലാണിത്. കണ്ടോ, 150 വർഷം പഴക്കമുള്ള കുറേ ചരിത്ര സ്മാരകങ്ങൾ നമുക്ക് കാണാം. ഈ മാനിൻ്റെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കണം ഇവിടെ. ശരിക്കും നമുക്ക് ഒറിജിനൽ മാനെന്ന് തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ. കാട്ടുപോത്ത്, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ പുറത്ത് വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ ഊട്ടി ലേക്കിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടു കുറേ അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം, അതുപോലെ അങ്ങനെ ഓടിച്ച് നടക്കാൻ ഫാമിലിൻ്റെ ഒപ്പമൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. കുറച്ച് ആൾക്കാരൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം കൂടി ഇരുന്നിട്ടൊക്കെ തന്നെ പോയത്. ബോട്ടിങ്ങിനാണ് വന്നത്. ഞങ്ങൾക്ക് ഇങ്ങനൊരു സെറ്റപ്പൊക്കെ കൂടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ടും നടക്കാനും ജസ്റ്റ് ഒരു പാർക്ക് പോലെയൊക്കെ. ഇവിടെ പിന്നെ പെഡൽ ബോട്ടൊക്കെ കാണാനുണ്ട്. പെഡൽ ബോട്ടിന് 2 സീറ്റിൽ പെഡൽ ബോട്ടിന് 240, 4 സീറ്റുള്ളതിന് 200. അതൊക്കെയാണ് റേറ്റ്. നല്ല റേറ്റൊക്കെ ഉണ്ട് ഓരോന്നിനും. ഞങ്ങൾ ഫാമിലി ആയിട്ട് 4-5 റോബോട്ടിലാണ് പോയത്. 250, 290 ഒക്കെ റുപ്പീസ് അതിനായി. സംഭവം എന്തായാലും കൊള്ളാം, എല്ലായിടത്തും നന്നായി കറങ്ങാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ടീ ഫാക്ടറിക്കാണ്. ഒരു ഹിൽ ഏരിയ ആയ കാരണം തന്നെ ഇങ്ങനെ താഴത്തേക്ക് നല്ല രസമാണ്, നല്ല വ്യൂ ആണ് കാണാനൊക്കെ. കുറേ കൃഷിയൊക്കെ അവരുടേതായ രീതിയിൽ കാണാനുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് വിട്ട് ഇങ്ങനെ കയറിപ്പോണം. ഇവിടെ കാർ പാർക്കിങ്, അതിനൊക്കെ ഏരിയസ് കാണാനുണ്ട്. ടീ ഫാക്ടറിയാണോ മ്യൂസിയം ആണോ രണ്ടും കൂടിയിട്ടുള്ള സംഭവമാണ്. ഇവിടുത്തെ മെഷീൻസൊക്കെ നന്നായി കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ അവർ പറഞ്ഞു തന്നു, എന്നാലും കൂടിയിട്ട് എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. സംഭവം ഇത്ര റിസ്ക്കുള്ള പണിയാണെന്ന് അറിയില്ലായിരുന്നു. അല്ല, ഒരുപാട് പണിയുണ്ട്. നമ്മൾക്ക് ഈ വീട്ടിലേക്ക് തേയില എത്തുന്നു, ചായപ്പൊടി എത്തുന്നു, അത്രയല്ലേ നമുക്ക് അറിയണ്ടുള്ളൂ. ഇങ്ങനെ ഉണക്കി പൊടിച്ച് അതിനെ ഓരോരോ തരം തിരിച്ച് ഘട്ടം ഘട്ടമാക്കി അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിനൊക്കെ. ഇപ്പം മെഷീൻസ് ഉള്ള കാരണം കുറച്ചും കൂടിയും സുഖമാണ് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇതാക്കാൻ. ഇതിങ്ങനെ പൊടിച്ച സാധനങ്ങളൊക്കെ ഇതായി കുഴലിലൂടെ ഇങ്ങനെ പോവും. ഇതൊക്കെ എവിടെ എത്തണേ? ഇതൊക്കെ പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ശേഖരിക്കപ്പെടും, പിന്നെ അതിനെ ഉണക്കും തോന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതിന്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് തരം ടീസിനെ കാണാൻ പറ്റി. നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാണെന്ന് അറിയില്ലല്ലോ ചായപ്പൊടി. നമ്മൾ ചിലപ്പോൾ ഈ നന്നായി കടുപ്പുള്ളത്, കടുപ്പം കുറച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഇവിടെ വന്നാലാണ് നന്നായി അറിയാൻ പറ്റുക ഓരോന്നിൻ്റെ ഇതൊക്കെ. കണ്ടോടെ പാക്കിംഗ് ആണ് നടക്കണേ. ഇനി താഴത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പം അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് ഇവരുടെ ടീ കിട്ടും. ചായ കുടിച്ചു, സൂപ്പർ ചായയാണ്, ഒന്നും പറയാൻ ഒരു രക്ഷയില്ല, സൂപ്പർ ചായ. ഞാൻ ഇവിടുന്ന് പോന്നപ്പോൾ, ഞങ്ങൾ ഫാമിലി പോന്നപ്പം ഞങ്ങൾ ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് തന്നെ വന്ന് 650 രൂപയൊക്കെ ആയി. ഇന്നിരുന്നാലും കുഴപ്പമില്ല, സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുമല്ലോ. പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് ചോക്ലേറ്റ് ഫാക്ടറിക്കാണ്. നമ്മുടെ ഏരിയയാണ് സംഭവം. നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് അതാണല്ലോ മുഖ്യം. ടീയൊക്കെ നമ്മൾ മുതിർന്നവർ അവർക്കൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ്. ഇവിടെ നമ്മുടെ ഏരിയ, നമ്മുടെ പിള്ളേരുടെ ഏരിയയാണ് ഫുൾ ക്രൗഡിലാണ്. ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ഗ്ലാസ് പോലത്തെ ഒരു ഇതിട്ടിട്ടാണ്, അതിൻ്റെ ഉള്ളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കി കാണാം എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. സംഭവം ഇതാണ് സിമ്പിളെന്ന് തോന്നുന്നത്. ടീനേക്കാൾ നല്ലത് ഇങ്ങനെയാണ് എന്നാണ് എനിക്ക് നിൽക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. എനിക്കെന്താ എത്ര മേടിച്ചാലും മതിയാവില്ല. കാരണം നമുക്ക് കഴിച്ചിട്ടും മതിയാവില്ല, അത് മേടിച്ചിട്ടും മതിയില്ല. പക്ഷേ പൈസ ഒരുപാട് വേണം. കണ്ടാൽ സൂപ്പറായിട്ട് ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ കഴിക്കാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. പീനട്സ് ഉള്ളതുണ്ട്, പീനട്സ് ഇല്ലാത്തതുണ്ട്, വേറെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുള്ളതുണ്ട്. സംഭവം ഇങ്ങനെ കൊള്ളാം, കണ്ടാൽ തന്നെ അറിയേ. ഓരോ ഗ്രാം വെയിറ്റിനാണ് പൈസ. നല്ല റേറ്റുള്ള സാധനമാണ്. ഇതിങ്ങനെ ഫാക്ടറിയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ പുറത്തൊക്കെ പാർക്കിങ്ങിൻ്റെ അടക്കം കണ്ടായിരുന്നു. ആ കുഞ്ഞു കുഞ്ഞു ഷോപ്പിലൊക്കെ അങ്ങനെ നിറച്ചും ഫുൾ ക്രൗഡാണ്, ഒന്നും പറയാനില്ല. അവിടെ എന്തായാലും ഒരു 2-3 പാക്കറ്റ് ബോക്സ് ചോക്ലേറ്റ്സ് വൈറ്റും സാധാ ചോക്ലേറ്റൊക്കെ വാങ്ങിക്കാൻ വന്നത്, പീനട്സും കാരമലൊക്കെ ആവും. എന്തായാലും ഇനി എനിക്ക് പോകുമ്പം ഇനിയും വാങ്ങാം. ചോക്ലേറ്റിനൊക്കെ മാത്രമാണ് ചോക്ലേറ്റ്. അങ്ങനെ അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് ഞങ്ങൾ കണ്ടതാണ് ഊട്ടി മാർക്കറ്റ്. ഇവിടെ കണ്ടോ കുറേ ഐറ്റംസ് കാണാവുന്നതാണ്. ഇതൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഫുൾ
എന്താ പറയുക, ഭയങ്കര വൃത്തിയോട് നീറ്റായിട്ടുള്ള രസമുണ്ട് കാണാൻ. ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് പേരൊന്നും അറിഞ്ഞൂടെ എനിക്ക്. പക്ഷേ പറഞ്ഞാലും കൂടി എനിക്ക് ഓർമ്മയില്ല. ഒരു കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും കിട്ടുന്ന രീതിയിലാണോ എത്ര നല്ല നീറ്റായിട്ട് അടി പറ്റിയിട്ടുണ്ട്. ഫുഡ്സിൻ്റെ കാര്യം പറയണ്ട, സ്നാക്സിൻ്റെ കാര്യം ഞാൻ വഴിക്ക് പോകാൻ പറ്റില്ല. സൂപ്പർ സാധനങ്ങൾ. അതുപോലെ ഇങ്ങനെ പച്ചക്കറി ഫ്രൂട്ട്സ് ആ ഭാഗത്ത് പോയാൽ പിന്നെ അവർ എത്ര നീറ്റോടാണ് ആ അടുക്കി വെച്ചൊന്ന് കണ്ടാൽ തന്നെ നമുക്കത് വാങ്ങാൻ പോകും. അങ്ങനെ ആ ഒരു ഇത് അവരുടെ എന്താ പറയുക ഡെക്കറേഷൻ, ആ അറേഞ്ച്മെൻറ്റ് കണ്ടാൽ നമുക്ക് വാങ്ങും. കസ്റ്റമർ അട്രാക്റ്റിനാണ് മുഖ്യം. എന്നാലും സംഭവം എന്തായാലും നല്ല രസമുണ്ട്. ഇങ്ങനെ അടുക്കി പെറുക്കി ഒതുക്കി ചെയ്യും. നമ്മുടെ നാട്ടിലില്ലാത്ത എത്രയോ തന്നെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പേര് പോലും അറിയാത്ത കുറേ സാധനങ്ങൾ, ഇതുവരെ കണ്ടെത്തുമ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ. ഊട്ടിയിൽ വരണം ഇതൊക്കെ മേടിക്കാൻ വേണ്ടി വരണം. ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പേരറിയാത്ത കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോയത്. ടേസ്റ്റൊക്കെ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. പൈസ എന്തായാലും നന്നായി മുതലാക്കിയിട്ടാണ് തോന്നിക്കുന്നത്. വിലയുടെ കാര്യത്തിലാണ് നമ്മൾ അന്യനാടിൽ നിന്ന് വന്നതായതിനെ കുറച്ച് നമ്മളതിനൊക്കെ അവർ ചെയ്യാൻ നോക്കും. എന്ന് വെച്ചാലും നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നന്നായി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അവരുടെ നാട്ടുകാരൊക്കെ ആണെങ്കിൽ സംഭവം എന്തായാലും കൊള്ളാം. ഇവിടേക്കൊക്കെ പോകണം പർച്ചേസിങ്ങിനൊക്കെ. നമുക്ക് വേണ്ട എല്ലാ തരം സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ അതൊക്കെ അവിടെ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഊട്ടി യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകാൻ ഒരു വീഡിയോ ആണ് കാണുന്നത്. ഊട്ടി യാത്രയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായും പോകേണ്ട സ്ഥലമാണ്. ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞാൻ ആകെ കുറച്ച് സ്ഥലങ്ങൾ പോയിട്ടുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. ഇനി എനിക്ക് പോകണമെന്നുണ്ട്. നിങ്ങളും പോയി കാണുക, നല്ല സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞു വെള്ളിത്തേരിൽ. എന്തിനാ പറയും, എന്താ പറയണ്ട്? വെൽക്കം ടു അവർ ചാനൽ. അടിച്ചു വരികോട്ട്. അപ്പോ ഞങ്ങളിപ്പോ ഉള്ളത് മുള്ളൂർക്കര മോട്ടോറ. അപ്പോ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സരിജ മിസ് പറഞ്ഞു ഒരു ചെറിയൊരു ട്രിപ്പിന്റെ പോണത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പൊ കറക്റ്റ് ടൈമായിട്ട് ഞങ്ങളിപ്പോ ഇന്നൊരു ചെറിയ ഗെറ്റ് ടൂർ പ്ലാൻ ചെയ്തിരിക്കായിരുന്നു. അപ്പൊ ഇവിടെ വന്ന വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നെടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോ ഞങ്ങളിതാ ഇതിപ്പോ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് രാത്രി ഏകദേശം ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആവും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ. അപ്പോ കഴിക്കാനുള്ള ഫുഡ് വാങ്ങിയിട്ടുണ്ട്, വെള്ളമുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ചെറിയൊരു കുന്നും കാര്യങ്ങളൊക്കെയാണ്. അവിടെ അത്യാവശ്യം ഒരു ഡാം പോലെ ചെറുതായിട്ട് വെള്ളം കെട്ടിയിട്ടുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് കുളിയും കാര്യങ്ങളും സ്വിമ്മിങ് ഒക്കെ ആയിട്ട് ഒന്ന് പൊളിച്ചിട്ട് പോയിരിച്ചിട്ടാണ്. അപ്പൊ ഓക്കെ, ബാക്കി കാണാം. അർജുനും ഷുഹൈബും വന്നു, വരുന്നു. അത് ഒരു പ്രോഗ്രാം ഉണ്ട് അതിൻ്റെ. പറച്ചനെ കൊടുത്തിട്ട് കൊണ്ടേ ഇരിക്കലേ റിച്ചാതെ.
അപ്പോൾ ഇതാണ് സ്പോട്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറണം, പക്ഷേ ഇത് ലാസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ശേഷം കയറണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെള്ളത്തിൽ കടന്ന് കുളിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് മെല്ലെയാണ് രാവിലെ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ ചിലവൊന്നും കേട്ടോ. ഞങ്ങളുടെ ഇതിൽ വരുമ്പോഴുള്ള ശരിക്കുള്ള ഞങ്ങളുടെ ഫണ്ട് പറയണത് ജസ്റ്റ് 250 രൂപക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെ അങ്ങനെ വെള്ളം വറ്റാറൊന്നുമില്ല കേട്ടോ. ഓൾമോസ്റ്റ് എപ്പോഴും വെള്ളം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ടൈമാണ്, കഴിഞ്ഞ മാസം വന്നതാണ്. ഞങ്ങൾ മാസം ഇതുപോലെ ശരിക്കും എല്ലാ മാസം ലാസ്റ്റിലാണ് ഞങ്ങളിങ്ങനെ ഒത്തുകൂടാറ്. പക്ഷേ ഇപ്രാവശ്യം ഇതിൽ 2 ആൾക്കാരുടെ കണ്ടെയ്ൻമെന്റ് സോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുള്ള് സേഫ്റ്റി നോക്കിയിട്ടാണ്. കാരണം ഇതിൽ പലരുടെയും വീട്ടിൽ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ വയസ്സായ പേരൻസും കുട്ടികളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഫുള്ള് സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒത്തുകൂടാറുള്ളൂ. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഇത് നല്ല രസമുള്ള സ്പോട്ടാണ് കേട്ടോ. ഭയങ്കര ശാന്തമാണ്. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ആരുമില്ല, ആളും മനുഷ്യനൊന്നുമില്ല, ഫുള്ള് ക്ലീനാണ്. നല്ല വെള്ളമാണ് കേട്ടോ. കാരണം ഈ ചെടികളൊക്കെ ഇങ്ങനെ മുകളിൽ കെട്ടിയിടുന്ന കാരണം അടിക്കുള്ള വെള്ളം നല്ല ക്ലിയർ ആവും. പക്ഷെ ഈ ചെടികളൊന്നും ഇല്ലാണ്ട് ഈ കാണുന്ന പോർഷനാണ് ആഴം കുറവ്, മറ്റേ അടിക്ക് നല്ല ആഴം ഉണ്ട്. അപ്പൊ ഈ ഭാഗത്ത് തന്നെയാണ് നിൽക്കുള്ളൂ, കാരണം റിസ്ക് എടുക്കാൻ വയ്യ. നല്ല മീനുകളുണ്ട് കേട്ടോ, കണ്ട ചെറിയ ചെറുത് കാണാനുണ്ടോന്ന് അറിയില്ല. അപ്പൊ നമ്മൾ വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ജസ്റ്റ് കയ്യിലുള്ള ഫോൺ കൊണ്ടാണ് എടുക്കണത്. അവിടെ ചെറുതായിട്ട് ആ കുന്നിന്റെ മുകളിൽ പെയ്യണ മഴയൊക്കെ അല്ലേ, അതിന്റെ ഒക്കെ വെള്ളം നേരെ വന്നിട്ട് ഇതിൽക്കാണ് അടിയുന്നത്. അപ്പോ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോ ആ രീതിയിലായിട്ട് ചുണ്ട് ചോത്തുണ്ട് തീർച്ചയായും. അപ്പോ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നേരെ ആ കാണുന്ന കുന്നിന്റെ മുകളിൽ കയറാൻ പോകാം. അപ്പൊ അങ്ങോട്ടാണ്. കാട്ടുമുള ഉണ്ടോ? നിഷാദ് അവിടെ നിന്ന് മുള്ളല്ലേട്ടാ. ഇതാണ് നമ്മൾ കുളിച്ചിരുന്നത്. ഇത്ര നേരം വെള്ളത്തിൽ കിടന്ന് കളിച്ചിരുന്ന സ്പോട്ടാണ്. ഇനിയിപ്പോൾ അവിടുന്ന് ഇതാ റിൻഷാദാണ് ഫോട്ടോഗ്രാഫർ. ഫോട്ടോ എടുക്കൽ അർജുനാണ്. ഷുഹൈബ് സൈഡായി. ഇതാണ് സ്ഥലം. ഇവിടെ ചെറുതുരുത്തി വാഴക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന സ്പോട്ട് തന്നെയാണിത്. ഇത്ര വലിയ ആൾക്കാർ വരുന്ന സ്പോട്ടൊന്നല്ല, പക്ഷേ ചെക്കന്മാരെ കൂടിയിട്ട് ജസ്റ്റ് ടൈം പാസിന് അടിച്ചു പിടിക്കാനും ഇതൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. ഷുഹൈബേ ഒരു പാട്ട് പാടിക്കാം. ഇടവഴിയിൽ നിന്നോമൽക്കാൽ താളം നീയാം സ്വരജതിയിൽ ഏ മൗനം വാചാലം സാഗ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ താളങ്ങള്
എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുക. माई तेरी चूनरिया लहराए, जीना जीना रे उड़ा गुलाल. माई तेरी चूनरिया लहराए, रंग तेरी प्रीत का, रंग तेरी जीत का, रंग तेरी प्रीत का है लाई लाई लाई. रंग तेरी प्रीत का, रंग तेरी जीत का, माई तेरी चूनरिया लहराए. जब I had a dream when I was only 5, to work at a bar. I wanted to see over the other side. I had a friend, her name was Fern and she had a blue bike. So we'd ride through the streets, I would sleep over on Saturday nights. Then I went to school, my family moved to a village nearby. At 13 years old, I started drawing back under my eyes. Cause I'm a boy, first time I kissed someone that was so lost. So I got afraid, but everyone there started moving too fast. Moving too fast, 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 moving too fast.
விடியாத காலைகள் முடியாத மாலைகளில் வடியாத வேர்வை துளிகள் விரியாத போர்வை நொடிகள் மணி காற்றும் கடிகாரம் தரும் பாதை அறிந்தோம் உடை மாற்றும் இடைவேளை அதன் பின்பே உணர்ந்தோம் மறவாதே மனம் மறந்தாலும் வரும் முதல் நீ முடிவும் நீ. உயிரில் தொடும் குழி വിരലാവണി നീ അരികെ നടക്കണി അലയും ചുടുകാറ്റിനു കൂട്ടിനയായി നാം ഒരു നാട്ടിനാക്കുടിലിൽ ചെന്നണയുമിരുനിലാവലയാരും കാണാ ഹൃദയ താരമതിൽ ഉരുകി നാമെന്നാരും കേൾക്കാ പ്രണയജാലകഥ പലവുരു പറയുമോ പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതി ആ ആ പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടിൻ കണ്ണിൽ പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടിൻ കണ്ണിൽ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനായി പലതും കാത്തുവച്ചതെല്ലാം നിന്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടിൻ കണ്ണിൽ കടും നിറമുള്ളിൻ കനിവുള്ളിൻ നെഞ്ചിൽ നിന്നെ കാണും നേരം തൊട്ടെന്നുള്ളം തേടിപ്പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കോണിൽ
ഓ നിന്നെ കാണും നേരം തൊട്ടെന്നുള്ളം തേടിപ്പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കോണിൽ തേനായി സ്നേഹം തേൻവരിക്കയായി പൂവായി സ്നേഹം പൂമ്പാറ്റയായി നിന്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു. പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടിൻ കണ്ണിൽ കടും നിറമുള്ളിൻ കനിവുള്ളിൻ നെഞ്ചിൽ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തെന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തിന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. തെക്കേ മുറ്റത്തെ മുത്തങ്ങാപ്പുല്ലിൽ മുട്ടിയൊരുമ്മിയൊരുമ്മിയിരിക്കണ പച്ചക്കുതിരകളെ തെക്കേ മുറ്റത്തെ മുത്തങ്ങാപ്പുല്ലിൽ മുട്ടിയൊരുമ്മിയൊരുമ്മിയിരിക്കണ പച്ചക്കുതിരകളെ വെറ്റില നാമ്പു മുറിക്കാൻ വാ കസ്തൂരി ചുണ്ണാമ്പു തേക്കാൻ വാ കൊച്ചരിപ്പല്ലു മുറുക്കിച്ചു വപ്പിച്ചു മുത്തശ്ശിയമ്മയെ കാണാൻ വാ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തിന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാ.
സ്വസ്തി സ്വസ്തി സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ രാമസാമ്രാജ്യമേ ദേവകളെ മാമുനിമാരെ സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ പൂക്കളെ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. മധുമൊഴി രാധേയരികെ മാധവൻ അണയുന്നു മെല്ലെ. മധുമൊഴി രാധേയരികെ മാധവൻ അണയുന്നു മെല്ലെ.
രാസരസോല്ലസ യാമമിതാ മുന്നിൽ കാതിലുയർന്നിതാ കാൽച്ചിലമ്പിൻ താളം മുളം തണ്ടുമൂളും ശ്രുതിയിൽ നീയാട് മയിൽ പക്ഷി പോലെ നടനം. വനം വനം വൃന്ദാവനം നില നിലമായും വരെ ശ്രീമയ കേളി പദമായി ചിലം ചിലം താളം തട്ടി കിലുങ്ങിടും നിന്നു പുരം ആദരം ചൊല്ലുന്നതെന്തേ കസവ് ഞൊഴിയും ഒരു ലയലാവണ്യം അനുപദം അനുപദമിതു നടനം കരളിലുണരും അതിമധുരം നാദം ഹരിവര മുരളിക പൊഴിയുകയാ മൃദംഗജതിയിൽ മുഖരിതം ഒഴുകിടും അതിനുടെ കനകതരംഗം ധനം ധീന്തനന ധീത ധീന്തനന പുളകമെഴുതിയ മുനയിനി ഒഴുകുകയാ മധുമൊഴി രാധേയരികെ മാധവൻ അണയുന്നു മെല്ലെ രാസരസോല്ലസ യാമമിതാ മുന്നിൽ കാതിലുയർന്നിതാ കാൽച്ചിലമ്പിൻ താളം മുളം തണ്ടുമൂളും ശ്രുതിയിൽ നീയാട് മയിൽ പക്ഷി പോലെ നടനം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം തരത്തുവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം തരത്തുവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. വണ്ടുലഞ്ഞ മഴ പോലെ വാർനിലാവിനില പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം അതിലിന്ദ്രനീലലയഭാവം കുങ്കുമമേഘം കുളിരു കോർക്കുമുൾ മഞ്ഞല പോലെ ഉലാവാം അമ്പിളി നാളം പതിയെ വീട്ടുമു തമ്പുര പോലെ തലോടാം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം തരത്തുവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. ദൂരെ ആരോ പാടുകയാണൊരു ദേവ ഹിന്ദോളം ഉള്ളിനുള്ളിൽ പ്രണയ സരോദിൽ സാന്ദ്രമാം നാദം കാതിൽ മെല്ലെ കിളികൂട്ടും ചില്ലുലോലാക്കിൽ കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ ശിശിരം പകരും പനിനീർ മഴയിൽ വെറുതെ നനു നനയുമ്പോൾ ദിത്തന ദിത്തന ദിരണതീം തിര ദിത്തന ദിത്തന ദിരണാ ദിത്തന ദിത്തന ദിരണതീം തിര ദിത്തന ദിത്തന ദിരണാ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം തരത്തുവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. मेरे ढोलना
సగమా మగసని ధని సగమా మగసని ధని సగ మగసని ధని సగమ గ మ గ సని ద మగ మదని సని ద మగ మదని సా ని ధ ని ధని స ధని స ధని స ధని స మదని 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 ధని స ధని స ధని స మదని 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 స మదని స మదని స మదని స సని దమ సని దమ సని దమ సని దమ మమ గగ స సని ని స సని ని దద ని ని స సని ని దద మమ గగ స సని ని దద ని స స స ని ద స స స మ ద స స స मेरे ढोले ना सुन मेरे प्यार की धुन मेरे ढोले મને ભૂલો બધી વાત પ્રેમની મૌસમ છે अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी मौसम છે હોઈ ગઈ રાત મને ભૂલો બધી વાત પ્રેમની મૌસમ છે अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी मौसम છે सारा सोगाड़ा तारा छबीला तारा रंगीला तारा रंग बेर जुए तारी बात सोगाड़ा तारा ओए छबीला तारा ओए रंगीला तारा रंग बेर जुए तारी बात रे छुप के तुम्हें देखा मैं करूं सारी सारी रात सारी सारी रात छुप छुप के मुझे देखा तू कर सारी सारी रात सारी सारी रात मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा जहां सोगाड़ा तारा छबीला तारा रंगीला तारा रंग बेर जुए तारी बात सोगाड़ा तारा ओए छबीला तारा ओए रंगीला तारा रंग बेर जुए तारी बात रे இப்போதே கேட்டு பார் என் நெஞ்சை சொல்லுமே
காத்திருக்கவா ராசாத்தி ராசாத்தி ரெங்குனுக்கு ராசாத்தி பகலா காத்திருக்கவா இது முதலாய் சிலு சிலிப்பு முதுகு தண்டில் குறு குறுப்பு முழவ வெறும் எனக்கு சொல்வாயா என் அடி மனசில் சுகம் இருக்கு அடி வயிற்றில் பயம் இருக்கு அதுக்கு மட்டும் மறந்து சொல்வாயா ஆத்தாடி 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 செம்பருத்தி பூக்காடி ஆசைப்பட்டு பூத்திருக்காவா ஓ ராசாத்தி ராசாத்தி ரெங்குனுக்கு ராசாத்தி பகலா காத்திருக்காவா நீ முகுடத்தில் வைரக்கல்லு நானுமாய் பெஞ்சு புத்தல்லு உன்னை தொடவும் வீதல் படவும் ஒரு பொருத்தம் எனக்கது நான் கருமான தங்க கட்டி நீ தகரத்தில் கட்டி பெட்டி என்னை அடக்க காத்து கிடக்க உன்னை போல ஆளையது ஆசைகள் இருந்தா கூட மனம் அசையாது ஆத்துல விழுந்தா கூட உள்ளுக்கு இருக்கு உன்னை சும்மா விடாது ஆத்தாடி ஆத்தாடி செம்பருத்தி பூக்காடி ஆசைப்பட்டு பூத்திருக்காவா உன் ராசாத்தி ராசாத்தி ரெங்குனுக்கு ராசாத்தி பகலா காத்திருக்காவா ஆசைப்பட்டு பூத்திருக்காவா உன் ராசாத்தி ராசாத்தி ரெங்குனுக்கு ராசாத்தி பகலா காத்திருக்காவா இது முதலாய் சிலு சிலிப்பு முதுகு தண்டில் குறு குறுப்பு மூலவ வரும் எனக்கு சொல்வாயா என் அடி மனசில் சுகம் இருக்கு அடி வயிற்றில் பயம் இருக்கு அதுக்கு மட்டும் மறந்து சொல்வாயா
വിവശമെന്നോ കാത്തിരുന്നു അലസമേതോ മൗനമാർന്നു വിവശലോലം കാത്തിരുന്നു അലസമേതോ മൗനമാർ പറയാതെ നിന്നുതാ പാതിരയോ പകലായി മുള്ളുകളോ മലരാതിയാമുഖമായി നദിയിൽ നീന്തിയണയും മിഴികൾ തൂമഞ്ഞും തീയാകുന്നു നീലാവിൽ നീ വരില്ലെങ്കിൽ